ഓം അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശരണമയ്യപ്പ. തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. ആ ജഗതീശ്വരനായ പരമേശ്വരനായ പരമ്പൊരുളിനെ നിങ്ങൾ എന്നെ കാണുന്നത് പോലെ എനിക്ക് കൃത്യവും വ്യക്തവും ശുദ്ധവുമായി കാണിച്ചു തന്ന ആ പരമഗുരുവിന് നൂറായിരം വന്ദനം. ആ ഗുരുരനുഗ്രഹം മന്യ പുമാൻ പൂർണ്ണ പ്രശാന്തരെ എന്ന് ഭാഗവതം പഠിപ്പിക്കുന്നില്ലേ? ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങളുടെ സഹോദരനായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളോടൊപ്പം എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ സനാതനമായ ഋഷിപ്രോക്തമായ വൈദിക സംസ്കൃതി, ഇവിടെ ഏറ്റവും നമ്മുടെ സംസ്കൃതി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം അന്ധവിശ്വാസവും അനാചാരവും രോമത്തിന് പോലും ഇല്ല. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനകത്താണ് കുഴപ്പം. കമ്മ്യൂണിസവും നല്ലതാണ്, പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് അവരത് മതേതരത്വം വരുത്തി ഹിന്ദു വിരുദ്ധമാക്കി നാറ്റിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ വേദങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതി എന്ന് വെച്ചാൽ കേട്ട് പഠിക്കുന്നത്, അത് ശ്രുതി യുക്തി അനുഭൂതി, അവനവൻ്റെ കാഴ്ചപ്പാടിലൂടെ കണ്ട് അത് അനുഭൂതിയിലെത്തിക്കണം. എൻ്റെ സുഹൃത്തായ നിതീഷ് ചൈതന്യാജി പറയും, ഇത് എൻ്റെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ മഹാരാജിൻ്റെ, എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ ഗുരുവായ ചിന്മയാനന്ദ മഹാരാജ്, ഇദ്ദേഹം പറയും, ടിപ്പർ ലോറിയെ നമ്മൾ പോയി ഇടിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല, ടിപ്പർ ലോറി നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ ചമ്മന്തിയാകും. ഇതാണ് യുക്തിയിൽ നിന്നും അനുഭൂതിയിലോട്ട് ഉയരണം. നമ്മൾ ജീവിതത്തിൽ ഏതൊരു സബ്ജക്റ്റും തിയറി കൊണ്ട് വലിയ കാര്യമില്ല, പ്രാക്ടിക്കലാണ്. അതാണ് വിജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അനുഭവം, അനുഭവത്തിൽ നിന്നും വന്ന അനുഭൂതി. ഈ അനുഭൂതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഖദുഃഖങ്ങളിലൂടെയുള്ള സമ്മിശ്രമായ അനുഭവത്തിലൂടെയുള്ള കടന്നുപോക്കാണ് നമ്മുടെയൊക്കെ ജീവിതം. ആധുനിക മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അൾട്രാ മോഡേൺ സയൻസിൻ്റെയും കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യ ജീവിതം. ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാല, ശരണമയ്യപ്പ, ഇടതോട്ടും വലതോട്ടും നോക്കും. എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം? നിങ്ങളും സ്വയം ചിന്തിച്ചു നോക്കുക, എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം? അപ്പോൾ ദിശാബോധമില്ലാത്ത ആധുനിക മനുഷ്യനെ യഥാർത്ഥ ദിശാബോധത്തിലേക്ക് നയിച്ച് അവൻ്റെ ജീവിതം സത്യസന്ധവും പെർഫെക്റ്റും ആക്കി മാറ്റുകയാണ് ഋഷീശ്വരന്മാരുടെ വിഷനും മിഷ്യനും. അതിന് വേദങ്ങളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. പ്രണവോധനു ശരോഹ്യാത്മ ബ്രഹ്മത്ത ലക്ഷ്യമുച്യതേ. പ്രണവമാണ്, പ്രാണനാണ്, വില്ല് ധനുസ്സാണ്, അമ്പാണ്, ആത്മാവ് ലക്ഷ്യം, പരമാത്മാവാണ്, ബ്രഹ്മത്ത ലക്ഷ്യമുച്യതേ പറയപ്പെടുന്നു. അപ്പോൾ ഈ ബ്രഹ്മം എന്താണെന്തെന്ന് അറിയുമ്പോഴേക്കും ശ്രദ്ധിക്കണം, ഇവിടെ ഋഷി ഉയർത്തുന്നതാണ് ജന്മന ജായതേ ശൂദ്ര, എല്ലാ ശൂദ്രന്മാരെയും ഉയർത്തുകയാണ്. കർമ്മണ ജായതേ ദ്വിജ, ദ്വിജനായി. വേദാധ്യായോ ഭവേത് വിപ്ര, വേദാധ്യായങ്ങളെല്ലാവരെയും പഠിപ്പിച്ച് വിപ്രാകെ ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ, ബ്രഹ്മജ്ഞാനം നൽകി, ആത്മജ്ഞാനം നൽകി, മനോവികാസത്തിലൂടെ ബ്രാഹ്മണനായി ഉയർത്തുകയാണ് ഓരോ മനുഷ്യ ജീവിയെയും. അതുകൊണ്ട് തന്നെയാണ് ഈ ധർമ്മശാസ്ത്രത്തെ ഞാൻ ഇത്രയധികം
നെഞ്ചോട്ട് ചേർക്കുകയും അതിൽ അനുഭൂതി കാണുകയും അത് നിങ്ങളോട്, ഓരോ വ്യക്തികളോടും മാനവരാശിയോട് വിളിച്ചു പറയുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് കേൾക്കുന്ന നിങ്ങൾ ഈ ധർമ്മശാസ്ത്രത്തെ നെഞ്ചോട്ട് ചേർക്കണം, പഠിക്കണം, അറിയണം, അനുഭവിക്കണം. നമ്മളെ മക്കളെ ഈ സംസ്കൃതിയിലോട്ട് പഠിപ്പിക്കണം. ഇല്ല എങ്കിൽ ജീവിതത്തിൻ്റെ വാർദ്ധക്യകാലത്ത്, സായങ്കാലത്ത് അഗതി മന്ദിരത്തിൽ നമ്മളെ അവർ കൊണ്ട് തള്ളിവിടും. അത് വിടാതിരിക്കാൻ ഈ ധർമാചരണം മാത്രമാണ് ഈ ധർമ്മശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ലോഡാണ്. അവരേത് സമയത്തും പൊട്ടിപ്പോകും. ഇപ്പോൾ ഉദാഹരണം, ഈ പേന ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു 10 കിലോ തൂക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. 1 കിൻഡിൽ തൂക്കിക്കഴിഞ്ഞാൽ തൂക്കി കൂട്ടം തന്നെ ഇത് പൊട്ടിപ്പോവും. ഈ പൊട്ടുന്ന അവസ്ഥയിലാണ് ആധുനിക മനുഷ്യ സമൂഹമുള്ളത്. സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടമാണ്. വിദ്യാഭ്യാസം 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 9 പുസ്തകമാണ് പഠിക്കാനുള്ളത്. സത്യം പറയാലോ, നല്ല സാലറിയൊക്കെ ഉണ്ട്, പ്രൊഫഷണലുകളാണ് നമ്മുടെ മക്കൾ. 70,000-80,000 രൂപ ശമ്പളമുണ്ട്. പക്ഷേ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എനിക്ക് ഈ ജോലി വേണ്ട, അസംതൃപ്ത. ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല. അങ്ങനെ ഫാമിലിയിലായാലും ജോബിനായാലും വിദ്യാഭ്യാസത്തിലായാലും സോഷ്യൽ മീഡിയ എല്ലായിടത്തുനിന്നും സ്ട്രെസ്സ് കൊണ്ട് താങ്ങാൻ സാധിക്കുന്നില്ല. ഫാമിലി പ്രോബ്ലമാകുന്ന സ്ട്രെസ്സ് കൊണ്ട് താങ്ങാൻ സാധിക്കുന്നില്ല. സെക്ഷൽ പ്രോബ്ലം കൊണ്ട് താങ്ങാൻ സാധിക്കുന്നില്ല. ഫൈനാൻഷ്യൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കടത്തിൽ ജനിച്ച് കടത്തിൽ വളർന്ന് കടത്തിൽ മരിക്കുന്ന മലയാളി. ഇങ്ങനെ സ്ട്രെസ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സ്ട്രെസ്സിൽ ജീവിക്കുമ്പോൾ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഹോർമോണും, സ്ട്രെസ് ഹോർമോൺ നമ്മുടെ ബ്രെയിനിൽ, തലച്ചോറിൽ കെമിക്കല് അമിതമായി ഉൽപ്പാദിപ്പിച്ച് ബ്രെയിൻ ഇത് താങ്ങാൻ സാധിക്കുന്നില്ല. ഈ സ്ട്രെസ്സും താങ്ങാൻ സാധിക്കുന്നില്ല, ഈ സ്ട്രെസ് ഹോർമോണും താങ്ങാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ നമുക്ക് താങ്ങാൻ സാധിക്കും, ഇല്ലേ? ഇത് സമസ്ത രീതിയിലും സ്ട്രെസ്സാണ്. അപ്പോഴോ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ആധുനിക മലയാളി ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഡ്രഗ്സിന് വരും. ബിവറേജ് കോർപ്പറേഷനിൽ പോയി കടം മേടിച്ചിട്ട് അവിടെ കൊണ്ട് കൊടുക്കുന്നു. കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളും മറ്റുള്ളവരും മദ്യത്തിലും മയക്കുമരുന്നിലും പ്രേമലുലും. ഇനി ഇതൊന്നുമില്ല എങ്കിൽ അവസാനം ആത്മഹത്യയിലേക്ക് ഇവരെ നയിക്കുന്നത് ഈ സ്ട്രെസ് ഹോർമോണുകളാണ്. ഇതിനാണ് മാനസിക സംഘർഷം. ഈ മാനസിക സംഘർഷത്തെയാണ് മഹാഭാരതം എന്ന ഇതിഹാസം അനാവരണം ചെയ്യുന്നു. ലോകത്തിൽ ഇന്നേ വരെ സൃഷ്ടിക്കപ്പെട്ടതിൽ ഇനി ഒരിക്കലും മാനവരാശിക്ക് സൃഷ്ടിക്കപ്പെടാനും സാധിക്കാത്ത അത്രയും വലിയ ഇതിഹാസമായ മഹാഭാരതത്തിലാണ് ഇതിൻ്റെ കണ്ടെയ്ൻസ് ഒരൊറ്റ വാക്കിൽ സ്ട്രെസ്. അതാണ് മാനസിക സംഘർഷം. പാണ്ഡവന്മാരും കൗരവന്മാരും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ മനസ്സും തന്നെയാണ്. കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഡ്രാമ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും ശരി, ഈ മനസ്സംഘർഷം, മാനസിക സംഘർഷം, ഈ സ്ട്രെസ്സും സ്ട്രെയിനും നമുക്ക് 100% ഒഴിവാക്കാം. എത്ര ശതമാനം? 100% ഒഴിവാക്കാം. ഞാൻ ഗ്യാരണ്ടിയാണ്. ഞാനിത് പല ആൾക്കാരിലും പരീക്ഷിക്കുകയാണ്. കാരണം മലയാളിയാകുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സപ്താഹം നടക്കുന്നത് നമ്മളെ കേരളത്തിലാണ്. അപ്പോൾ ഒരു സപ്താഹം ഒരു സ്ഥലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ 7 ദിവസം അവിടെ അങ്ങ് പോയിട്ട് വരുമ്പോഴത്തേക്കും 7 ദിവസവും നമുക്ക് എന്തില്ല? സ്ട്രെസ്സും ഇല്ല, സ്ട്രെയിനും ഇല്ല. റൊട്ടീനായി വെളുപ്പിന് എഴുന്നേറ്റ് കുളിക്കുക, അവിടെ പോവുക, വിഷ്ണു സഹസ്രനാമത്തിൽ ചൊല്ലുക, അവിടെ പൂജകൾക്കും കർമ്മങ്ങൾക്കും ഇതിനകത്തൊക്കെ പങ്കെടുക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അടിച്ച് വീശുക, കുറ്റവും കുറവ് പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് വീണ്ടും തുടങ്ങി. അവിടെ ആ ഭാഗവതം, മൂലഭാഗവതമൊക്കെ വായിക്കുന്നതൊക്കെ കേട്ടു, കഥകളൊക്കെ കേട്ടു, ഉച്ചക്ക് ഊണും കഴിച്ച് റെസ്റ്റ് എടുത്തു, വീണ്ടും വൈകുന്നേരം തുടങ്ങി അതും കേട്ടു.
വൈകുന്നേരം ഒരു ചായയും ഒരു വടയും, അതില്ലാതെ വണ്ടി ഓടില്ലല്ലോ. ദീപാരാധനയും പൂജകളൊക്കെ നടന്ന് 8 മണി. പിന്നെ വീട്ടിൽ വന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഉടനെ കുറേ കുറ്റവും കുറവൊക്കെ പറഞ്ഞു, വായനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ 7 ദിവസം സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാത്ത ഒരു ജീവിതം മലയാളിക്ക് എങ്ങനെയുണ്ട്? ഇതാണ് സപ്താഹം. ആധുനിക സപ്താഹത്തെ ഞാൻ വ്യക്തമായിട്ട് അപഗ്രഥനം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കിത് മനസ്സിലായതാണ്. അപ്പം ഈ 7 ദിവസം കിട്ടുന്നത് ഒരു ജീവിതകാലം മുഴുവൻ നമുക്ക് കൊണ്ടുപോകാം. ഇതാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതി. അപ്പോൾ ഇവിടെ വായിക്കുന്ന ഈ ഭാഗവതവും ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രനാമവും ദിവസേന നമ്മളെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ദിവസേന നമ്മൾ മനസ്സിലാക്കണം, ദിവസേന നമ്മൾ പഠിക്കണം. അതിന് അതിമനോഹരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ പ്രഥമോധ്യായത്തിൽ 11ാമത്തെ ശ്ലോകത്തിൽ കൃത്യമായിട്ട് പറയുന്നു, ഏതസ്മാത് പരം കിഞ്ച മനഃശുദ്ധേ ന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നതാണ് ഭാഗവതം. അങ്ങനെ നിങ്ങൾക്കറിയാം, മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ എൻ്റെ അച്ഛൻ ഇത് ലഭിച്ചു, എനിക്കും ഇത് ലഭിച്ചു, ഇപ്പോൾ ഇതാ നിങ്ങൾക്കും ഇത് ലഭിച്ചു. എന്താണ്? ഏതസ്മാത് പരം കിഞ്ചിത് മനഃശുദ്ധേ ന വിദ്യതേ. വേറെ ഒന്നും അറിയാനുള്ള, മനസ്സിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയാണ്. മനസ്സിൻ്റെ സ്ട്രെസ്സ് ഇല്ലാതാക്കുന്നതാണ്. സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാതാക്കി പകരം മനസ്സിന് സ്ട്രെങ്ത് നൽകി, ജീവിതത്തിന് ശക്തി നൽകി, ജീവിതത്തിന് ഊർജം പകർന്നു, മനഃശക്തി വളർന്നു. ഇതുകൊണ്ടാണ് കുട്ടികളെ ഭാഗവതം പഠിപ്പിക്കണം, കുട്ടികളെ ഭഗവത്ഗീത പഠിപ്പിക്കണം, കുട്ടികളെ വിഷ്ണു സഹസ്രനാമ പഠിപ്പിക്കണം. അത് ശ്രദ്ധിക്കണം. ഒരു 5 വയസ്സിന് താഴത്തുള്ള കുട്ടികളെയാണ് ഇതൊക്കെ പഠിപ്പിക്കേണ്ടത്. സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയുന്ന ക്യാച്ച് ദം യങ് ആൻഡ് ടീച്ച് ദം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വേദപാഠശാലയിൽ കുട്ടികളെ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും അതുപോലെ തന്നെ വേദങ്ങളും ഞാൻ പഠിപ്പിക്കുന്നു. ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും വേദപാഠശാലയിൽ കുട്ടികളെ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ഭാഗവതവും ഞാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾക്കിത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൻ്റെ താഴത്ത് പോയിട്ട് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടികളുടെ പരിപാടികളൊക്കെ കാണാം. ഏതായാലും ശരി, ഒരു 5 വയസ്സിന് താഴത്തുള്ള കുട്ടികളെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളിൽ ഒരു ദൈവീക സൗന്ദര്യം നമുക്ക് കാണാൻ സാധിക്കും. ഒരു വലിയ ഒരു തത്വചിന്തകനായിട്ടുള്ള ഒരു വലിയ ഭക്തനായിട്ടുള്ള ഒരു വലിയ പണ്ഡിതൻ, അയാളുടെ മകളുടെ വിവാഹം കഴിച്ചു കൊടുത്ത് ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയുടെ കരച്ചിൽ കേൾക്കാൻ തുടങ്ങുന്നതോടുകൂടി ഇയാൾ മുഴുവൻ ഡിസോർഡറായി. പിന്നെ ഇയാൾക്ക് പഠിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇയാൾക്ക് ആകെ ഭയങ്കര മാനസിക വിഷമായി, ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ വലിയൊരു ആധ്യാത്മിക ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്, ഇപ്പോൾ എൻ്റെ മകൾക്കൊരു കുട്ടി ഉണ്ടായതിനു ശേഷം എനിക്കിതൊന്നും പറ്റുന്നില്ല പറഞ്ഞു. ശ്രീരാമകൃഷ്ണ സിമ്പിളായിട്ട് മറുപടി പറഞ്ഞു കൊടുത്തു, ഒരു കാര്യം ചെയ്യൂ, അതൊക്കെ അങ്ങോട്ട് ഉപേക്ഷിക്കൂ. അയ്യോ, എന്നിട്ട് ഈ കുട്ടിയുടെ ലീലകൾ കുട്ടി അങ്ങോട്ട് കളിപ്പിച്ചുകൊണ്ട് കുട്ടിയെടുത്ത് കുട്ടി അങ്ങോട്ട് വളർത്തിയാൽ മതി, ആ ഈശ്വരനെ ഈ കുട്ടിയിൽ ദർശിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ കഥ ഞാൻ ചെറുപ്പത്തിലേ പഠിച്ചതുകൊണ്ട് ഓരോ കുട്ടികളുടെ മുഖവും ഈശ്വരൻ്റെ മുഖമായി നാം കാണുന്നു. അത് സ്വന്തം കുടുംബത്തിൽ അവനവൻ്റെ മക്കളുടെ മുഖത്ത് ആ ഈശ്വര ദർശനം, ജഗതീശ്വര ദർശനം, ആ അമ്പാടിക്കണ്ണൻ്റെ ലീലകൾ സ്വന്തം മക്കളിൽ കണ്ടു. പിന്നെ സഹോദരിയുടെ മക്കളെ, പിന്നെ സഹോദരൻ്റെ മക്കളെ, പിന്നെ ബന്ധുക്കളുടെ മക്കളെ, പിന്നെ ഏത് കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാലും ഇങ്ങനെ കണ്ടിട്ട് ശ്രദ്ധിക്കൂ, മനസ്സിനൊരു ട്രെയിനിങ് കൊടുക്കണം. ഈ കുട്ടികളിൽ ഒരു ഈശ്വര സൗന്ദര്യം കണ്ട് ആ സൗന്ദര്യത്തെ നാം ആസ്വദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൂന്താനം ജ്ഞാനപ്പാനയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഈ ഉണ്ണികൃഷ്ണൻ നമ്മുടെ മനസ്സിൽ കളിക്കുമ്പോൾ ആ ഉണ്ണിക്കണ്ണൻ്റെ ബാലലീലകൾ, ഇതാണ് ഉണ്ണിക്കണ്ണൻ്റെ ബാലലീലകൾ. എനിക്കിതെന്താണെന്ന് മനസ്സിലായില്ല. കുറേ കാലമായി ഞാൻ ഈ ഉണ്ണിക്കണ്ണൻ്റെ പടവും കാണുന്നത്. എനിക്ക് അത്ര വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ബാലലീലകൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്, കാര്യമായിട്ട് മനസ്സിലായില്ല.
അപ്പോൾ ആണ് വേദവ്യാസ ഭഗവാന്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. വേദവ്യാസ ഭഗവാനോട് ഞാൻ ചോദിച്ചു, ഇതെന്താ വേദവ്യാസ ഭഗവാനെ ഈ കുറേ അങ്ങോട്ട് നിരത്തി പിടിപ്പിച്ചിരിക്കുകയാണ്, ദശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വലുപ്പമുണ്ടൊരു ബുക്ക്, അത് നിറച്ചു ഇത് തന്നെ ബാലലീല എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ വേദവ്യാസ ഭഗവാൻ പറഞ്ഞു, മണികണ്ഠ, നീ മറ്റേ മഹാഭാരതം പഠിച്ചതല്ലേ? അയ്യോ ഭഗവാനെ, കുറച്ചൊക്കെ. അതിൽ ഭഗവത്ഗീത പഠിച്ച ഓർമ്മയില്ലേ? ഭഗവത്ഗീത അങ്ങയുടെ മയ്യാസക്ത മനപ്പാർത്ഥോ. അപ്പോഴും ഞാൻ തൊഴുതിട്ട് പറഞ്ഞു, മണികണ്ഠ, നിനക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നില്ലേ? അർജുൻ ഞാൻ പഠിപ്പിച്ചത് നീ കേട്ടില്ലേ? അർജുനെ പഠിപ്പിച്ച് ഞാൻ കേട്ടു. മയ്യാസക്ത അർജുന, നിൻ്റെ മറ്റുള്ളതിനോടുള്ള ജീവിതത്തിൽ മറ്റുള്ളതിനെ ഭാര്യയോടും മക്കളോടും വീടിനോടും കാറിനോടും, ഞാനിപ്പോൾ ചോറ് തന്നെയല്ലേ പറഞ്ഞത്, വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, മുതലായവയോടുള്ള ആസക്തിയൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ച് നീ നിന്നിലേക്ക് തിരിയൂ. ബഹിർമുഖമായ ഇന്ദ്രിയങ്ങളെ ആത്മാവിലേക്ക് തിരിച്ചു വിടൂ. എന്നിട്ടോ ഉള്ളിലുള്ള ചൈതന്യം. അപ്പോൾ മയ്യാസക്ത മനപ്പാർത്ഥ, അവനവനിൽ ആസക്തി. ഈ ആസക്തിക്കാണ്, അവനവനിലെ ആസക്തി വികസിപ്പിക്കാനാണ് ഗൃഹസ്ഥാശ്രമികൾക്ക് ചെറിയ കുട്ടികളിലൂടെ, കണ്ണൻ്റെ ബാലലീലകളിലൂടെ ഇത് എത്തിക്കുന്നത്. അത് കൃത്യമായിട്ട് യശോദാമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനിതിലൂടെ യശോദാമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വൃന്ദാവനത്തിൽ പോയപ്പോൾ അമ്മ എവിടെ ഉണ്ടായിരുന്നു. എന്തുണ്ട് അമ്മ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ, മണികണ്ഠ, നീ ആ ദശമത്തിലെ 8-ാമത്തെ അധ്യായത്തിൽ 40-ാമത്തെ ശ്ലോകത്ത് ഒന്ന് നോക്കണം മോനെ. എന്താ അമ്മേ? അതിലെൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ബാലലീലകളിലൂടെ കൃഷ്ണനിലോട്ട് ലയിപ്പിക്കാൻ എങ്ങനെയാണെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് മോനെ, ഒന്ന് നോക്കണം. യശോദാമ്മ പറഞ്ഞ ഉടൻ തന്നെ ഇവിടെ വന്ന് ഭാഗവത്തിൽ ഞാൻ എടുത്തു നോക്കിയെന്ന്. കിം സ്വപ്നയേതദൂരദേവമയാ, കിം സ്വപ്നയേതദൂത ദേവമയാ, കിം വാ മദിയോ ബദബുദ്ധിമോഹ, അഥോ അമുഷ്യൈവ മമാർഭഗസ്യ ഏകശ്ചനൗത്പത്തിക ആത്മയോഗ, കിം സ്വപ്നയേത ധൂത ദേവമയാ, കിം വാ മദിയോ ബദബുദ്ധിമോഹ, അഥോ അമുഷ്യൈവ മമാർഭഗസ്യ ഏകശ്ചനൗത്പത്തിക ആത്മയോഗ. 8-ാമത്തെ അധ്യായത്തിൽ 40-ാമത്തെ ശ്ലോകത്തിൽ യശോദാമ്മ അസന്നിഗ്ധമായി കൃത്യമായി എണ്ണി പറയുന്നു. ഈ ബാലലീലകൾ, കൃഷ്ണൻ കാണിച്ച ബാലലീലകൾ ഞാനൊരു 25 പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും. മുഴുവൻ പേജുകളും അരിച്ചു കലക്കി കുട്ടിക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ്. ഞാൻ ഓഫീസിലോട്ട് പോകുമ്പോൾ എൻ്റെ സഹധർമ്മിയോട് പറയും, എൻ്റെ ഭാര്യയോട് പറയും, സരസ്വതി, സമയം കിട്ടുമ്പോൾ ഒക്കെ നീ ഇതെടുത്ത് വായിച്ച് പഠിക്കൂ. എന്താണ്? ആ ഭഗവാന്റെ ബാലലീലകൾ ഇടയ്ക്ക് പോയിട്ട് അതുവഴി ഇതുവഴി ഓടി നടന്നിട്ട് ചില പശുക്കളെയൊക്കെ അങ്ങ് അഴിച്ചു വിടും. എനിക്കും ഉണ്ടായിരുന്നു ഈ സ്വഭാവം. ഇടയ്ക്ക് ചില വീട്ടിൽ പോയിട്ട്, ചാണകം മെഴുകിയ വീടായിരിക്കും, അവിടെ പോയിട്ട് കൃഷ്ണൻ മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് വരും. എനിക്കും ഉണ്ടായിരുന്നു ഈ സ്വഭാവം. ഇടയ്ക്ക് പോയിട്ട് പാലവിടെ അടച്ചു വെച്ചിട്ടുണ്ടാവും. കൃഷ്ണൻ പോയിട്ട് വേഗം അത് തുറന്ന് അതിൻ്റെ പാൽപ്പാടിയൊക്കെ എടുത്തിട്ട് തിന്നും. എനിക്കും ഉണ്ടായിരുന്നു ഈ സ്വഭാവം. ഇടയ്ക്ക് ചില വീട്ടിൽ പോയിട്ട്, അയ്യോ വല്ലാണ്ട് ദാഹിക്കുന്നേ, ഇപ്പം ജീവൻ പോവേ, കുറച്ച് പാല് തരുമെന്ന് പറഞ്ഞ് പാല് കുടിക്കും. ഇനി പാല് എല്ലാവരും കൊടുക്കും, എന്താ കാരണം, അല്ലെങ്കിൽ ഇത് എറിഞ്ഞു പൊട്ടിക്കും. അപ്പോൾ എന്താണ് എറിഞ്ഞു പൊട്ടിക്കുന്നത്? അതൊക്കെ ഓരോ പ്രതീകമാകുന്നത്. ഈ ശരീരമാണ് മൺകുടത്തായിട്ട് കൃഷ്ണനിലോട്ട് താതാത്മ്യം പ്രാപിച്ച് മനസ്സ് കൃഷ്ണനിൽ അർപ്പിച്ചില്ലെങ്കിൽ ശരീരം ഇതുപോലെ പൊട്ടിച്ചു കളയും എന്നുള്ളതാണ് അതിൻ്റെ പ്രതീകം. ഇടയ്ക്ക് അവിടെ ചില സമയത്ത് എന്തൊരു ബ്യൂട്ടിയാണെന്നറിയോ? ആ യശോദാമ്മ തൈരങ്ങനെ കട്ടയുന്ന സമയത്ത് ആ മുല ഇങ്ങനെ തുള്ളി 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 കളിക്കും. ആ മുലഞ്ഞിട്ടിൽ പാലിങ്ങനെ ഒഴുകും. ആ കൃഷ്ണനോടുള്ള പരമപ്രേമം യശോദാമ്മ കാണിച്ചു തരും മാനവരാശിക്ക്. എന്നിട്ട് ആ വെള്ള വസ്ത്രത്തിനുള്ളിൽ അത് മുഴുവൻ പാലും വെള്ള വസ്ത്രവും മനസ്സിലാവില്ല. അങ്ങനെ അപ്പോൾ മുഖത്ത് മുഴുവൻ വിയർപ്പുമായിരിക്കും. ഈ വിയർപ്പും പാലും വസ്ത്രങ്ങളും എല്ലാം ഒട്ടി അങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കൃഷ്ണൻ ഓടി വന്നിട്ട്
യശോദാമ്മയുടെ അമ്മിഞ്ഞി പാലും കുടിച്ച് മറ്റേ കൈ കൊണ്ട് വെണ്ണയും മെല്ലെ എടുത്ത് ചുണ്ടിലൊരച്ചിട്ട്, ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. ഈ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ മന്ദബുദ്ധികൾ വെച്ചാൽ മലയാളത്തിലുള്ളതല്ല, നോർമൽ ബുദ്ധികളായ ബാലിശമായ, എന്താണ് ബാലിശമായ, നമ്മൾ പറയില്ല അതത്ര ബാലിശമായിട്ടുള്ള അപക്വമായ മനസ്സിനെ ഉയർത്തി കൃഷ്ണനിലോട്ട് അടുപ്പിക്കാനുള്ള ഓരോ നുറുങ്ങ് വിദ്യകളാണ് വേദവ്യാസ ഭഗവാന്റെ അത്യദ്ഭുതകരമായ കരങ്ങളിലൂടെ ഇവിടെ അനാവരണം ചെയ്യുന്നത്. ആ അത്യദ്ഭുതത്തിനെ എന്തുമാത്രം മധുരത്തോടുകൂടി നാം അതിനെ കാണുന്നോ അതിൻ്റെ 10,000 ഇരട്ടി മധുരത്തോടുകൂടി ഭാഗവതം നമ്മുടെ മനസ്സിനെ ഉയർത്തും. അപ്പോൾ മധുരതരമായ ഈ ബാലലീലകൾ ഒന്നുമല്ല, മാ മനുസ്മരച്ചിത്തം മയ്യേവ പ്രവിലീയതേ. ഭാഗവതം മറ്റൊരു സ്ഥലത്ത് കൃത്യമായി ഷാർപ്പായിട്ട് പറയുന്നു, കൃഷ്ണനെ എപ്പോഴും അനുസ്മരിച്ചുകൊണ്ട് കൃഷ്ണനിലോട്ട് ഉയരണം മനസ്സ്. അതെന്താ ഈ മനസ്സ് ഭഗവത്ഗീതയിൽ പറയുന്നു, ഇന്ദ്രിയാണാം മനശ്ചസ്മി. മണികണ്ഠ, ഇന്ദ്രിയങ്ങളിൽ ഞാൻ മനസ്സാകുന്നു. ആ മനസ്സിനെ ഉയർത്താനാണ് ഈ ബാലലീലകൾ എന്ന് വെച്ചാൽ, ലീലകൾ എന്ന് വെച്ചാൽ നമ്മളെ ലയിപ്പിക്കുന്നത്, നമ്മളെ ഊഷ്മളമാക്കുന്നത്, നമ്മളെ ഊർജ്ജമാക്കുന്നത്, നമ്മളെ ലയിപ്പിക്കുന്നത്, നമ്മളെ രസിപ്പിക്കുന്നത്. അങ്ങനെ ബാലലീലകളിലൂടെ ശ്രദ്ധിക്കണം. കിം സ്വപ്ന ഏതദൂത ഏതത്. ഈ ബാലലീലകൾ നമ്മളെ ലയിപ്പിച്ച് ഒന്നാക്കുന്നു. എന്ത്? കിം സ്വപ്നം, സ്വപ്ന സദൃശമായ ജീവിതം ആഗ്രഹിക്കുന്നവർ ഈ സ്വപ്ന സദൃശമായ കൃഷ്ണൻ്റെ ബാലലീലകൾ. യശോദാമ്മ പറയുന്നു, എൻ്റെ സ്വപ്നമാണോ ഇത്? എൻ്റെ സ്വപ്നമാണോ ഇത്? അപ്പോൾ സ്വപ്നത്തിൽ എന്താണ് യശോദാമ്മ കണ്ടത്? ആനന്ദ സമുദ്രത്തിൽ എന്നും നീന്തിത്തുടിച്ചുകൊണ്ടേയിരിക്കുകയാണ് യശോദാമ്മ. അങ്ങനെ ആ സ്വപ്നത്തിലങ്ങനെ കൃഷ്ണനുമായുള്ള ലീലകൾ കണ്ടുപോകുമ്പോഴോ, അപ്പോൾ ഈ എൻ്റെ സ്വപ്നമാണോ ഇത്? അല്ല ദേവമായ, അല്ല കൃഷ്ണൻ്റെ മായയാണോ ഇത്? ദേവമായ, ഭഗവാനായ ദേവൻ്റെ മായയാണോ ഇത്? എന്താണ് മായ? മായക്കണ്ണൻ്റെ മായയാണോ ഇത്? യാമാസ മായ. ശ്രീശങ്കര ഭഗവത്പാദർ പറയുന്നു, വന്ധ്യാസ്ത്രീയുടെ പുത്രനെ പോലെ. വന്ധ്യാസ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഘടിത പഠന ഘടീയസി ഇതി മായ. ഘടനയില്ല എന്നാൽ ഇതൊക്കെ ഘടിപ്പിക്കുന്നുണ്ട്, ഒന്നുമില്ല എന്നോ ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള മായ. ഈ അദ്വൈത വേദാന്ത വിദ്യാർത്ഥിയായ ഞാൻ 4 പതിറ്റാണ്ട് കാലമായി അദ്വൈത വേദാന്ത വിദ്യാർത്ഥിയാണ്. അദ്വൈത വേദാന്ത വിദ്യാർത്ഥിയായി തന്നെ അന്ത്യനിമിഷം വരെ ജീവിക്കാനും അദ്വൈത വേദാന്തത്തിൽ ദ്വൈതമല്ലാത്ത ഒന്നായി തീരണം എന്നുള്ളതാണ് മൃത്യോർമ്മ അമൃതംഗമയം. അപ്പോൾ ഈ അദ്വൈത വേദാന്തത്തിലെ ഹീറോയിനാണ് ഈ മായ. അപ്പോൾ ആ മായക്കണ്ണൻ്റെ മായയാണോ? ഇനി ഈ മായയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, യജമാനനാകുന്ന കൃഷ്ണൻ്റെ മായയാണ്. ഇനി ഈ മായയുടെ കടി കൊള്ളാതിരിക്കാൻ കൃഷ്ണനാകുന്ന യജമാനനെ നമുക്കൊരു കണക്ഷൻ ഉണ്ടായാൽ മതി. നമ്മളൊരു വീട്ടിൽ പോയാൽ പട്ടി കടിക്കാതിരിക്കാൻ, രാമൻ നായരെ തിരുമേനി അവിടെ നിൽക്കൂ, പോയിട്ട് പട്ടീനെ കെട്ടിയിട്ട് വരും. അപ്പോൾ രാമൻ നായരായിട്ട് നമുക്ക് പരിചയം ഉണ്ടായാൽ മതി. അപ്പോൾ മായയാകുന്ന നായ കടിക്കാതിരിക്കാൻ മായയുടെ ഉടമസ്ഥനായ കൃഷ്ണനുമായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു അസോസിയേറ്റ് ചെയ്താൽ മതി. ഭഗവത്ഗീതയിൽ പറയും, ദേവീത്യേഷ ഗുണമയി മമമായ ദുരക്തയാൻ. ഇത് ഗുണം നിറഞ്ഞിരിക്കുന്നതാണ്. നമുക്ക് എന്തിനകത്തൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, യത് ഭാവയതി തത് ഭവതി. ആ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റിനകത്ത് ഗുണമുണ്ടാവും. അതുകൊണ്ടാണ് നമുക്കതിനകത്ത് ഇൻട്രസ്റ്റ്. ആ ഗുണം തന്നെയാണ് മായ. കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ ദേവീത്യേഷ ഗുണമയി മമമായ ദുരക്തയ. ഇത് എൻ്റെതാണെന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അസന്നിഗ്ധമായി പറയുന്നു.
ഇനി വേറൊരു അബദ്ധമുണ്ട്. ഇവയൊക്കെ അഡിക്റ്റായി ഇവയുടെ കൂട്ടത്തിൽ പോയി ബ്യൂറേസ് കോർപ്പറേഷൻ പോയി മുങ്ങിച്ചാവുന്നവനും ശവം തിന്ന് പുഴുത്ത് നരകിച്ച് ചാവുന്ന വ്യക്തിയും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മമമായ എൻ്റെ മായാണ് ദുരക്തിയായി ഇതിനെ കടക്കാൻ ബുദ്ധിമുട്ടാണ്. അയ്യോ ഭഗവാനെ അവിടെ നിൽക്കിത് പറഞ്ഞിട്ട് പോവാതെ മറുപടി പറ. ഇത് എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട്, നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടായതുകൊണ്ടാണ് നിങ്ങളിത് കേൾക്കുന്നത്. രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ഈ മായയിൽ നിന്നും മാമേ വായിഷതം പ്രബന്ധേ മാമേ പ്രബന്ധേ മായാമേദം തരന്തിത. നീ എന്നെ തന്നെ ഉപാസന ചെയ്ത്, യജമാനായ എന്നെ തന്നെ ഉപാസന ചെയ്ത് എന്നെ തന്നെ മുറുക്കെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മായാസമുദ്രത്തെ അതിജീവിക്കാം. അങ്ങനെ ഞാൻ ഈ കാണുന്ന സ്വപ്നം എൻ്റെ മായയാണോ? ഇനി ഈ ഭഗവാൻ അങ്ങനെ എല്ലാവർക്കും കാണാൻ സാധിക്കില്ല. ഭഗവാൻ ഭഗവത്ഗീതയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, നാഹം പ്രകാശ സർവസ്യ. ശ്രദ്ധിക്കൂ, യോഗമായാ സമാവൃതം. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അങ്ങനെ കാണാൻ സാധിക്കില്ല. കാരണം എൻ്റെ യോഗമായയാൽ ഞാൻ ഈ ലോകത്തെ ആവരണം ചെയ്തിരിക്കുകയാണ്. എന്ത് കൃത്യമായിട്ടാണ്! അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്ത് സൗന്ദര്യം എവിടെ എങ്ങനെ ആരിൽ കണ്ടു കഴിഞ്ഞാലും അതൊക്കെ ഭഗവാനാണെന്ന് നാം തിരിച്ചറിയണം. അതാണ് മായക്കണ്ണൻ്റെ ഭഗവാൻ പറയുന്നു, നാഹം പ്രകാശ സർവസ്യ. എല്ലാവർക്കും എന്നെ കാണാൻ സാധിക്കില്ല. പിന്നെ ഈ മായയെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ മായ ഞാനാണെന്ന് അംഗീകരിച്ച് ആക്സെപ്റ്റ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് കൃഷ്ണനെ അന്തരാത്മാവിൻ്റെ പ്രകാശമായി കർഷയിതി കൃഷ്ണനായി അന്തരാത്മാവിൽ പുല്ലാങ്കുഴൽ സംഗീതം പുറപ്പെടുവിക്കുന്ന പരമാനന്ദ സംപ്ലുത പരമാനന്ദമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആ കൃഷ്ണൻ്റെ മായയാണോ ഞാനീ കാണുന്നത്? അല്ല ബദ. തുടർന്ന് പറയുന്നു, കിം സ്വപ്ന ഏതദൂത ദേവമായ കിം വാമദീയോ ബദ ബുദ്ധിമോഹ. ബദ, എന്തൊരാശ്ചര്യം! എന്തൊരാശ്ചര്യം! യശോദാമ്മ പറയാ ഈ കൃഷ്ണൻ്റെ കാര്യങ്ങൾ, ബാലലീലകൾ എന്തൊരാശ്ചര്യം! അതെന്താ യശോദാമ്മേ ഇത്രക്കൊക്കെ ആശ്ചര്യം? എടോ, നീയിപ്പോൾ ഒരു കാര്യം, നീയിപ്പോൾ 40ാമത്തെ ശ്ലോകമല്ലേ പറയുന്നത്? അതെ. ദശമസ്കന്ധല്ലേ പറയുന്നത്? അതെ. 8ാമത്തെ അധ്യായമല്ലേ പറയുന്നത്? ആ 36ാമത്തെ ശ്ലോകം പോയി നോക്കൂ, അപ്പോൾ നിനക്ക് മനസ്സിലാവും. സാതത്ര ദദിശേ വിശ്വം ജഗസ്ഥാനൂചഖം ദിശ സാന്ദ്രീ ദീപാബ്ധി ഭൂഗോളം സവായുഗ്നിന്ദു താരകം. സാതത്ര ദദിശേ. യശോദാമ്മ പറയുന്നതാണ്, ഞാൻ കൃഷ്ണന്റെ വായിൽ കണ്ടു 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 കണ്ടു. എന്ത്? വിശ്വം. ജഗദോദ്ധാരകനായ ജഗദീശ്വരനെ കണ്ണൻ്റെ വായിൽ വിശ്വമായിട്ട് ഞാൻ കണ്ടു. കണ്ട കാര്യമായി ഇവിടെ പറയുന്നത്. എന്നിട്ടോ എന്താണ് കാണുന്നത്? 5600 വർഷം മുന്നെയാണ് പറയുന്നത് കേട്ടോ. എന്ത്? സാന്ദ്രീ ദീപാബ്ധി ഭൂഗോളം. ഭൂമി എന്താണെന്നും പറയുന്നു, അത് ഗോളമാണെന്നും പറയുന്നു, അത് ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നും പറയുന്നു. വായുവാഗ്നി ഇന്ദു താരകം. നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രവും വായുവും അഗ്നിയും എല്ലാം ഞാൻ കണ്ണൻ്റെ വായിൽ കണ്ടു. വിശ്വരൂപ ദർശനമാണ് ഇവിടെ കൃഷ്ണൻ്റെ വായിലൂടെ യശോദാമ്മ കണ്ടത്. പുരുഷ സൂക്തത്തെ പറയും, സഹസ്ര ചീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിൻ വൈശുതോവൃത്വ അത്യധിഷ്ഠദശങ്കുലം. ആ വീണ്ടും 10 അങ്കുലം മുകളിലോട്ട് വ്യാപിച്ച് കിടക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ഭഗവത് ചൈതന്യത്തെ കൃഷ്ണൻ്റെ വായിൽ യശോദാമ്മ കണ്ടു കണ്ടു കണ്ടു. ഏകാംശേന സ്ഥിതോ ജഗത്ത്. ഭഗവാന്റെ ഒരംശമാണ് ഈ ജഗത്തായി മാറിയിരിക്കുന്നത്. ഇത് യശോദാമ്മ കൃഷ്ണൻ്റെ വായിൽ കണ്ട കാര്യമാണ്. അതുമാണ് ഇവിടെ ബദ, ആശ്ചര്യം എന്ന വാക്കുകൊണ്ട്
പറയുന്നത്. ഭഗവത്ഗീതയെ തന്നെ മറ്റൊരവസരത്തിൽ പറയുന്നുണ്ട്, ആശ്ചര്യവത് പശ്യതി കശ്ചിതേന ആശ്ചര്യവദതി തദൈവ ചാന്യത് ആശ്ചര്യവാശ്ചൈവ മന്യശൃണോതി ശ്രുത്വാപ്യേനം യേന കേന കശ്ചിത്. ഈ പ്രപഞ്ചം മുഴുവൻ അത്യാശ്ചര്യമാണ്. ആ ആശ്ചര്യങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാലും ഇതൊക്കെ കണ്ണൻ്റെ മായകളാണ്. അങ്ങനെയുള്ള അത്യാശ്ചര്യമാണ് ഈ കണ്ണൻ. മദീയം, ഇത് എൻ്റെ അനുഭവമാണ്. ബുദ്ധി മോഹക്കിം, ബുദ്ധിക്ക് ഭ്രാന്ത് പിടിച്ചതാണോ എന്ന് യശോദാമ്മയ്ക്ക് ഒരു സംശയം. ബുദ്ധി മോഹ, ബുദ്ധിക്ക് വല്ല മന്ദബുദ്ധിയായോ, വല്ല ബുദ്ധിക്ക് ഭ്രാന്ത് പിടിച്ചോ? അപ്പോൾ ഭഗവത് രൂപമാണ് ബുദ്ധി എന്നുള്ളതാണ് യശോദാമ്മ നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. കണ്ണൻ്റെ യഥാർത്ഥ രൂപമാണ് ബുദ്ധി. ഭഗവത്ഗീതയിൽ പറയുന്നു, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവം ദദാമി ബുദ്ധിയോഗം. അങ്ങനെയുള്ള ഓരോ വ്യക്തിക്കും ഞാൻ എന്താ നൽകുന്നത്? ഗുരുവായൂരപ്പൻ തൊഴുതു കഴിഞ്ഞാൽ എന്താ പ്രസാദം തരിക? 1 ലിറ്റർ പാൽപ്പായസം തരും, പിന്നെ 2 കിലോ ഉണ്ണിയപ്പവും തരും, ഒപ്പം ബുദ്ധിയോഗം, ബുദ്ധിയും തരും. ഈ ബുദ്ധി നമ്മൾ മേടിക്കുന്നില്ല, മറ്റേ 2 ഈറ്റവ പ്രസാദം മാത്രം മേടിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ തെറ്റ്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഗുരുവായൂർ പോയാൽ ആ ബുദ്ധിയും കൂടെ ഒരു 1.5 കിലോ ഇങ്ങനെ വാങ്ങിച്ചാൽ മതി. അപ്പോഴാണ് ഭഗവാൻ പറയും വ്യവസായാത്മിക ബുദ്ധി. എന്താണ് വ്യവസായാത്മിക ബുദ്ധി? നിശ്ചയദാർഢ്യമുള്ള ബുദ്ധി ഞാൻ നൽകുന്നത്. ഈ ബുദ്ധിസ്വരൂപമായ കൃഷ്ണനെയാണ് യശോദാമ്മ ഇവിടെ കാണുന്നത്. അമൂഷ്യ അർഭകസ്യ, അമ്പാടി കണ്ണനെ ബുദ്ധിസ്വരൂപമായി കണ്ടു. ആ ബുദ്ധിക്ക് വല്ല അബദ്ധവും പറ്റിയോ എന്ന് നോക്കുമ്പോൾ ഔപത്തിക, ഔപത്തിക യകശ്ചന ഔപത്തിക ആത്മയോഗ, യകശ്ച നൗപത്തിക. ഔപത്തിക പറഞ്ഞാൽ മലയാളിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഉത്പത്തി, ഉത്ഭവം. ഉൽപ്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഔത്പത്തിക എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായ കൃഷ്ണൻ്റെ കഴിവാണ് ബാലലീലകളായി കാണിക്കുന്നത്. കൃഷ്ണനിപ്പോൾ ആരാണ്? സാക്ഷാൽ ഭഗവാൻ തന്നെ ഇവിടെ അവതരിച്ചിരിക്കുന്നു. കൃഷ്ണോസ്തു ഭഗവാൻ സ്വയം. എന്താണ് കൃഷ്ണോസ്തു ഭഗവാൻ സ്വയം? സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് കൃഷ്ണനായി ഇവിടെ അവതരിച്ചത്. അവതരിക്കുന്ന വെച്ചാൽ അവതാരം, രൂപനാമാത്മകമായി ഇറങ്ങി വന്നു. എന്താണ് ഇറങ്ങി വന്നു? അതാണ് അവതാരം. അപ്പോൾ അങ്ങനെ അവതാരമെടുത്ത കൃഷ്ണൻ ഔപത്തിക, ജന്മസിദ്ധ, ശരണമയ്യപ്പ, ജന്മസിദ്ധമായ കൃഷ്ണൻ്റെ കഴിവുകളാണ് ഇവിടെ ബാലലീലകളായി കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോ ചിന്തകളിലൂടെ ചിന്തിച്ച് 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 ഒടുവിൽ യശോദാമ്മ ആ സത്യത്തെ അംഗീകരിച്ചു. എന്ത്? നിശീതേ തമ ഉദ്ഭൂതേ ജായമാന ജനാർദ്ദന ദേവാക്യം ദേവരൂപിണ്യം വിഷ്ണു സർവഗുഹാശയ. ഭാഗവത്ത് തന്നെ പറയുന്നു, നിശീതേ തമ ഉദ്ഭൂതേ, മന്ദബുദ്ധികളായ ഇരുട്ടിൽ അകപ്പെട്ടിരിക്കുന്ന ആധുനിക മനുഷ്യൻ്റെ ബുദ്ധിയിൽ ബോധസ്വരൂപമായി അവതരിച്ചിരിക്കുകയാണ് ഈ കൃഷ്ണൻ. വിഷ്ണു സർവഗുഹാശയ കൃഷ്ണോസ്തു ഭഗവാൻ സ്വയം. ഈ സത്യം കൃഷ്ണൻ എന്താണ്, ആരാണെന്ന് യശോദാമ്മക്ക് മനസ്സിലാക്കിയപ്പോൾ കൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട്, കൃഷ്ണനെ നെഞ്ചോട് ചേർത്തുകൊണ്ട്, അമിഞ്ഞപ്പാൽ കൊടുത്തുകൊണ്ട് യശോദാമ്മ മാനവരാശിയോട് ആ സത്യം തുറന്നു പറയുന്നു. വേദാന്തങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന അദ്വൈത വേദാന്തം പറയുന്നു. കശ്ചന ഔത്പത്തിക ആത്മയോഗ. ഈ ബാലലീലകളാടുന്ന അമ്പാടിക്കണ്ണൻ ആത്മയോഗ. ഓരോ ജീവാത്മാവും പരമാത്മാവായ ഈ കൃഷ്ണനുമായി ലയിച്ചു ചേരാനുള്ള ഉപാധിയായി, മാർഗങ്ങളായി ബാലലീലകളെ ഇന്നു മുതൽ കാണണം. ഭാഗവതത്തിൽ മുഴുവൻ കൃഷ്ണനെ കാണിക്കുന്ന ബാലലീലകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യശോദാമ്മ പറയുന്നു, യകശ്ചന ഔപത്തിക ആത്മയോഗ.
ആത്മാവിനെ കൃഷ്ണനുമായി ലയിപ്പിക്കാൻ, ഇൻട്രസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗമുണ്ടാക്കിയതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ചിത്തവൃത്തി യുജ്യതേ ഇതി യോഗ. ആത്മാ എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്, യോഗ എന്ന് പറഞ്ഞാൽ യുജ്യതേ. അപ്പോൾ അദ്വൈതം, രണ്ടല്ലാത്തത്, കൃഷ്ണനും ഞാനും രണ്ടല്ല. കൈവല്യം ശുദ്ധ പുരുഷയോഗേ ശുദ്ധി സാമ്യേ കൈവല്യ, കൃഷ്ണനുമായി ലയിച്ചു ചേരുന്ന. അപ്പോൾ ജീവനെ ശ്രീകൃഷ്ണ പരമാത്മാവിലേക്ക് ചേർത്തുയർത്താൻ ഭാഗവൻ തന്നെ മറ്റൊരവസരത്തിൽ പറയുന്നു, കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. തുഷ്യന്തി ഒരു ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് രമിച്ചുകൊണ്ടിരിക്കണം. ഏത്? അന്തരാത്മാവായ കൃഷ്ണൻ്റെ. ഇതാണ് യശോദാമ്മ പറയുന്നു. അപ്പോൾ ഓരോ മനുഷ്യനെയും പൂർണ്ണബോധത്തിലോട്ട് ഉയർത്തി പരമാത്മാവിലോട്ട് ലയിച്ച് ചേർക്കാനാണ് കൃഷ്ണൻ്റെ ബാലലീലകൾ, ആത്മയോഗ. അതിന് ശ്രീകൃഷ്ണ ചരണംഭോജം എന്ത് ചെയ്യണം? ശ്രീകൃഷ്ണ ചരണംഭോജം സ്മരേ ദുഃഖം ഗമിഷ്യതി. ആ ശ്രീകൃഷ്ണൻ്റെ പാദങ്ങൾ എപ്പോഴും സ്മരിച്ചുകൊണ്ട്, ആ പൊന്നോടക്കുഴലിൻ്റെ സംഗീതം എപ്പോഴും മനസ്സിൽ ഉപാസന ചെയ്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട്, അപ്പോഴോ സ്മരേ ദുഃഖം ഗമിഷ്യതി, എല്ലാ ദുഃഖങ്ങളും നമ്മളെ വേർപെട്ടു പോയി ആ കൃഷ്ണൻ്റെ തൃപ്പാദങ്ങളിലോട്ട് ലയിച്ചു ചേരണം. ആ കൃഷ്ണൻ്റെ തൃപ്പാദങ്ങളിൽ നിന്നും ജനിച്ച് കൃഷ്ണനായി വളർന്ന് കൃഷ്ണൻ്റെ പാദങ്ങളിൽ ലയിച്ചു ചേരാൻ ശ്രീമദ് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു. അതിന് ഭഗവത്ഗീത പഠിക്കണം, ഭാഗവതം പഠിക്കണം, നിങ്ങൾ പഠിക്കണം, ഞാൻ പഠിക്കണം, എൻ്റെ മുൻ തലമുറ, എൻ്റെ അച്ഛനടക്കമുള്ള മുൻ തലമുറക്കാർ പഠിച്ചു. നമ്മളിത് പഠിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. അവരും ജീവിതത്തിൻ്റെ മുഖ്യധാരയിലോട്ട് ഉയർന്ന് പരമാനന്ദത്തിൽ ജീവിക്കാൻ, ഊർജ്ജസ്വലമായ ഊഷ്മളമായ ജീവിതത്തിന് ഭാഗവത പഠനം അത്യാവശ്യമാണെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ റോൾ മോഡലാക്കി അവരെ പഠിപ്പിക്കണം. അതിന് എനിക്കും നിങ്ങൾക്കും സാധിക്കുമാറാകട്ടെ. അതിന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. സ്വാമീ ശരണമയ്യപ്പ.